ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ചിറ. അവിടെ ഗർഭിണികൾക്കും പീരിയഡ്സ് ആയ പെണ്ണുങ്ങൾക്കും പ്രവേശനമില്ല. അങ്ങനെ ഒരു ചിറനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് പോവാം. നേരത്തെയൊക്കെ ഇവിടെ കുടിവെള്ളം, അതായത് വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടങ്ങളിലൊക്കെ കുടിക്കാനുള്ള വെള്ളം ആ ചിറയെന്നാണ് എടുത്തുകൊണ്ടിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചന്റെ അപ്പച്ചനൊക്കെ ചെറുതായിരിക്കുമ്പോൾ മുതലേ കാണുന്നതാണ് ഈ ചിറ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട്, അതായത് വെള്ളൂർ മനക്കാരാണ് ഈ കുളം കുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. വെള്ളൂർ മനക്കാര് കുത്തുമായിരുന്നു. പിന്നെ അവരുടെ തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും എല്ലാവരും വന്ന് കുളിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷവും, അവരുടെ മരണം കഴിഞ്ഞതിന് ശേഷം, അത് മരിച്ചു പോയതിന് ശേഷവും ഇവിടെ അലക്കും കുളിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് പലരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറ ഒന്നും അംഗീകരിച്ചു തരില്ല. നമ്മളെ പോലെയുള്ളവർക്കൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. പക്ഷെ പണ്ട് ഉള്ള ആളുകൾ, അതായത് ഞങ്ങളുടെ അപ്പച്ചനെ പോലെയുള്ള ആളുകൾ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ഉണ്ട്. ഇതിൽ നമ്മൾ വരുമ്പോൾ മീനൊക്കെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുള്ള ചിറയാണിത്. ഇതിന്റെ ഈ കെട്ടുകൾ വന്നിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉള്ളിട്ട് കെട്ടിവെക്കുന്ന മുഴുവൻ വെട്ടുകല്ല് വെച്ചിട്ടാണ് കേട്ടോ. ആ ഗ്യാപ്പ്, ആ ചിറയിന്ന് വെള്ളം നെറ്റി നിറഞ്ഞ് ഈ ഒരു കെട്ടിയേക്കടെ ഒഴുകി വരും. പിന്നെ ഇത് രണ്ടാമത്തെ കെട്ട് കേട്ടോ. അതിൽ നിന്ന് ഉള്ള വെള്ളം രണ്ടാമത് ഇതിക്കടെ, അതായത് കുറച്ചുകൂടെ താഴ്ത്തു വരുന്ന വെള്ളം ഇതിക്കടെ വരും. കുറച്ചുകൂടെ മുകളിലേക്ക്, അതായത് മെത്തിയൊക്കെ കഴിഞ്ഞ് കവിഞ്ഞൊഴുകൂലേ, അത് ഈ ഒരു ഗ്യാപ്പിലേക്കാണ് വന്നത്. ഇത് മുഴുവൻ വെട്ടുകല്ലും കൊണ്ടാട്ടോ കെട്ടിവെക്കുന്നത്. ഉള്ളിട്ട് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. മുഴുവൻ ഉണ്ടോ, വെട്ടുകല്ലാണ് കേട്ടോ. അവിടെ അങ്ങേയറ്റം വരെ വെട്ടുകല്ലും കൊണ്ടാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങളിലൊന്നും ഈ ചിറയിൽ കുളിക്കാനോ കാര്യങ്ങൾക്കായിട്ട് ആരും വരാറില്ല. ഒരുപാട് പേര് ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ പല പല ഐതിഹ്യങ്ങളും ഉണ്ട്. ഈ കാണുന്ന ഈ നടുക്ക് ഒരു കുഴിയുണ്ട് കേട്ടോ. ഇവിടെ 2 കുഴിയുണ്ട്. ഈ കാണുന്നത് ഒരു കുഴിയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാൽ ഒരു കുഴിയാണ്. നമുക്ക് ഇവിടെ നോർമലായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും, ക്യാമറയിൽ കൂടെ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് ഒരു കുഴിയാണ്. അതിന്റെ അപ്പുറത്തും, അതായത് അങ്ങേ മൂലയിലും ഒരു കുഴിയാണ്, ഒരു ചതുപ്പ് പോലെയാണ് കേട്ടോ. അവിടെ ഇത് പറ്റിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ വേനൽക്കാലമായിട്ട് ഈ ചിറ പറ്റിക്കഴിഞ്ഞാൽ ആ ചതുപ്പില് എപ്പോഴും തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. മഴക്കാലത്ത് ഇതിൽ കൂടെ വെള്ളം മെത്തി ഒഴുകുന്നതാണ് കേട്ടോ. ഇതിൽ കൂടെ ഒരു കെട്ട് പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്, തുണി അലക്കാനും മറ്റും. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, ഒഴുകി വന്നാണ് ഇത്. ശരിക്കും ഒഴുകി ഒരു ഓട പോലെ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കേട്ടോ പോണേ. റോഡിനോട് തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ ഈ ചിറ നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ ആരും തന്നെ പോവാറില്ല എന്നാണ് പൊതുവെ പറയാറ്. കാരണം അസമയത്ത് ഇതിൽ കൂടെ പോയ പല ആളുകളും പലതും കണ്ട് പേടിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അനുഭവം ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു ചേട്ടായി അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചേട്ടായി ഇതുപോലെ രാത്രി ചോറൂണൊക്കെ കഴിഞ്ഞ് ഒരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയതാണ്. ആളോട് ഞങ്ങൾ മാക്സിമം പറഞ്ഞു പോകണ്ട, ഇന്നിവിടെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്താൽ കേട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി, ആളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന ആളാണ്. ഇതുവരെ പിന്നെ ഒരു 7 മണി 8 മണിയായിട്ടും കണ്ടില്ല. പിന്നെ ആളന്ന് ഉച്ചയ്ക്കാണ് വീട്ടിൽ വന്നപ്പോൾ നല്ല പനിയായിരുന്നു. അപ്പൊ കാരണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ ചിറയുടെ അവിടെ നിന്ന് വീട്ടിട്ട് നടന്നിട്ട്, അതായത് ചിറ കഴിഞ്ഞിട്ട് ഒരു 2 വീട് കഴിഞ്ഞിട്ടാണ് ചേട്ടയുടെ വീട്. അപ്പോ അതായത് ഞങ്ങളുടെ തറവാട് കേട്ടോ. പക്ഷെ ചേട്ടായിക്ക് എന്ത് ചെയ്താൽ വീട്ടിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. ചിറയുടെ മുമ്പിൽ കൂടെ തന്നെ ഒരു 3, 4, 5 തവണ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്താലും ചേട്ടായി വീട്ടിലേക്ക് എത്തണില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആൾക്ക് പേടിച്ച് നല്ല പനി വന്നു. ആള് നല്ല ധൈര്യശാലിയായിരുന്നു, പക്ഷെ ആൾക്ക് നല്ല പനി വന്നു. അത് മാത്രമാണ് നമ്മുടെ അറിവിൽ നമുക്കുള്ളൊരു അനുഭവം എന്ന് പറയാനായിട്ട്. പക്ഷെ ഇവിടെ വന്നവരും നിന്നവരും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴായാലും കുറെ പേര് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പലതും കണ്ട് പേടിച്ചിട്ടുണ്ട്, പലതും കണ്ട്. അതായത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളൂർ മനക്കാരാണ് ഈ കുളം ഉണ്ടാക്കിയത്. അപ്പൊ അവർക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളമാണ്.
സോ അതില് കുളിച്ചിട്ട് അവര് ആഭരണങ്ങളൊക്കെ കരയിൽ ഊരി വെച്ച് ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞേക്കാം, ആഭരണങ്ങളൊക്കെ കരയിൽ ഊരി വെച്ചിട്ട് അവർ കുളിക്കാൻ ഇറങ്ങി. കുളി കഴിഞ്ഞ് അവര് സമാധാനപരമായി രാത്രിയാണ് കുളിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അവരെ കുളിക്കുന്ന സമയത്ത് വേറൊരാള് ഇതിൽ കൂടെ പോവാനോ വേറെ ഒരാളുടെ സാന്നിധ്യം അവര് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്പച്ചനൊക്കെ പറഞ്ഞുള്ള ഇതിന്റെ ഒരു ഐതിഹ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് പഴയ, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള പടവ് കേട്ടോ. കുളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള പടവ് ഇതാണ്. പക്ഷെ ഇപ്പൊ ആരും ഇതിൽ കൂടെ ഇറങ്ങി പോവാറോ ഈ ഒരു കുളത്തിൽ കുളിക്കാറോ ഇല്ല കേട്ടോ. ഈ കുളത്തിൽ കുളിക്കാറും ഇല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ പായൽ, അതായത് ആരും ഇറങ്ങുവോ കുളിക്കൊന്നും ചെയ്യാത്തോണ്ടിട്ട് തന്നെ മുഴുവൻ പായലാണ്. ഇത് അങ്ങനെ ആരും വൃത്തിയാക്കാറുമില്ല. ഇതൊരു പൊതുകുളമായിട്ട് പിന്നീട് റബ്ബർ തോട്ടത്തിന്റെ ഒപ്പം നടുക്കാണെങ്കിൽ പോലും ഇതൊരു പൊതുകുളമായിട്ടാണ് കാണുന്നത്. അപ്പോ ഇത് മുഴുവൻ പായലും കരിയിലയും കണ്ണി കണ്ട കമ്പും അതും ഇതൊക്കെ ചാടി കിടക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളം ആരും കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്ന് വരുന്ന വെള്ളം അപ്പുറത്തെ ആ ഒരു ചെറിയൊരു കുളത്തിൽ വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതില് പലരും കേട്ടിട്ടുണ്ടെന്നാ പറയണേ. രാത്രി കാലങ്ങളിൽ ഇവിടെ അലക്കുന്ന ശബ്ദങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാരെ ആരെയും കാണുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നാണ് എല്ലാവരും പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. ഇതൊക്കെ ഐതിഹ്യം, നമ്മുടെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.